ഇന്നലെ അതിശക്തമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്നലെ രാത്രി ആശ്വാസമായി വേനൽ മഴയുടെ ഒരു കുളിര് സംസ്ഥാനത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പല സ്ഥലങ്ങളിലും വേനൽ മഴ പെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഓഫീസ് നിൽക്കുന്ന കുളത്തൂരിലും കഴക്കൂട്ടം ഏരിയയിലും ഒപ്പം തിരുവനന്തപുരം സിറ്റിയിലുമൊക്കെ ഇന്നലെ രാത്രി കാര്യമായി മഴ പെയ്തിരുന്നു. രാത്രി ഒരു 3 മണി വരെയൊക്കെ ശക്തമായ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഏതായാലും 12 ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ഒരുപക്ഷെ അതിൽ മാറ്റം വന്നേക്കാം. ഇടുക്കിയും വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചൂട് അനുഭവപ്പെടുന്നത്. പാലക്കാട് 40 ഡിഗ്രി ഇന്നും കടന്നേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ട്. ഇന്നലെ 39.9 ഡിഗ്രി താപനില പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നു. ചുട്ടുപൊള്ളുകയാണ് പാലക്കാട്. മറ്റൊന്ന് കൊല്ലം ജില്ലയാണ്. കൊല്ലത്തെ പുനലൂരിലൊക്കെ മനുഷ്യന് പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അതിഗുരുതരമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഒപ്പം സംസ്ഥാനത്ത് കാര്യമായ വൈദ്യുതി പ്രതിസന്ധി. നേരത്തെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അനുമതിയൊക്കെ റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് നൽകിയെങ്കിൽ പോലും രാജ്യത്തുടനീളം ഈ വൈദ്യുതി പ്രതിസന്ധിയുടെ പ്രശ്നമുണ്ട്. ഗ്രിഡുകളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഈ വൈദ്യുതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരാശങ്ക ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ നിയന്ത്രണം തുടരുന്നുണ്ട്. രാത്രിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 10 മുതൽ 12 വരെയുള്ള സമയത്താണ് ഓവർലോഡ് എന്ന കാരണം പറഞ്ഞ് പല സ്ഥലങ്ങളിലും നിയന്ത്രണം ഉണ്ടാകുന്നത്. ചിലപ്പോൾ 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീളുന്ന നിയന്ത്രണങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ KSEBയുടെ ഉന്നതതല യോഗം ചേരുന്നു. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുക അടക്കം ബോർഡിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്നുള്ളത് പ്രഖ്യാപിതമാക്കുക എന്നുള്ള രീതിയിൽ ചില ആലോചനകളും KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഇന്നലെ രാത്രി ഉണ്ടായ വേനൽ മഴയുടെ ഒരു കുളിർമ ഒരു പക്ഷേ ഇന്ന് ഉണ്ടായേക്കാം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽമഴ പെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ചൂടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ മുന്നറിയിപ്പുകളിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാര്യമായ മാറ്റം ഉണ്ടാകില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഒറ്റപ്പെട്ട മഴ കഴിഞ്ഞ ദിവസങ്ങളിലും പല മേഖലകളിലും പല ജില്ലകളിൽ ലഭിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ചൂട് ഗണ്യമായി കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഏതാണ്ട് 41.3 ഡിഗ്രി സെൽഷ്യസിലേക്ക് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചൂട് ഉയരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത വീണ്ടും നിലനിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി സമാനമായ തരത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ പകൽ ചൂട് ഈ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ആശ്വാസമായി ഒറ്റപ്പെട്ട വേനൽ മഴ പല മേഖലകളിലും ലഭിക്കും എന്ന ഒരു അറിയിപ്പ് മാത്രമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പകൽ 10 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ഇടയിലുള്ള സമയം ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാനുള്ള ജാഗ്രത വേണം എന്ന കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടങ്ങളടക്കം മുമ്പോട്ട് വെക്കുന്നത്. നമുക്കറിയാം ഏറ്റവും അധികം ചൂട് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ്. അതുകൊണ്ട് അത് സൂര്യതാപം ഉൾപ്പെടെയുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന തരത്തിൽ ഈ ചൂട് അപകടകരമായ നിലയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്കായി ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുറത്ത് തുറസായ സ്ഥലങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളടക്കം കർശനമായ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇടജന്തുക്കൾ ഈ ചൂട് അസഹനീയമായ പശ്ചാത്തലത്തിലാണ് നാട്ടിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ വീടുകളിലേക്ക് കയറുന്ന തണുപ്പുള്ള സ്ഥലങ്ങൾ കയറി ഈ വീടുകളിൽ താമസമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളടക്കം ജാഗ്രത പാലിക്കണമെന്ന ഒരു കൃത്യമായ നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ KSEBയുടെ അടിയന്തരമായ ഒരു യോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാണ്. മറ്റ് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ അത് വിജയത്തിലെത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. അത് പ്രഖ്യാപിതമാക്കുക എന്നുള്ള ആലോചനയും KSEBയുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അത്തരം നീക്കങ്ങളിലേക്ക് കടക്കുമോ? കാരണം ഇപ്പോൾ 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ കറണ്ട് നഷ്ടപ്പെടുന്ന കറണ്ടില്ലാതാവുന്ന പശ്ചാത്തലം ഉണ്ട് സംസ്ഥാനത്ത്. നഗരപരിധിയിലൊക്കെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് വരെയൊക്കെയാണ് പരമാവധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലോഡ് ഷെഡിംഗ് അപ്രഖ്യാപിതമായി നിലനിന്നിരുന്നത്. പക്ഷെ അതിന്റെ സമയം ഒരുപക്ഷെ ഇന്നു മുതൽ അല്പം കൂടി ഒരു അരമണിക്കൂർ വരെ നീളുന്ന തരത്തിലേക്ക് മാറാനാണ് സാധ്യത. എന്തായാലും ഇന്നത്തെ വൈദ്യുതി ബോർഡിന്റെ ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങൾ ഒരു ധാരണയിലെത്തും. മാത്രമല്ല
രാത്രി 10 മണിക്കും 12 മണിക്കും ഇടയിൽ ഈ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതിന് പകരം അതിന്റെ സമയം കുറച്ചുകൂടി പിന്നിലേക്കാക്കുന്ന കാര്യം കൂടി പരിഗണനയിലുണ്ട്, അതുകൂടി ആലോചനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പീക്ക് ലോഡ് സമയത്ത് ഈ ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ നിലവിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ആലോചനയിലാണ് ഇപ്പോൾ ദീർഘവർഷങ്ങൾക്ക് ശേഷം അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് ഈ സംസ്ഥാനത്ത് നിലവിൽ വന്നത്. അത് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അത് പ്രഖ്യാപിതമായ ഒരു നീക്കം തന്നെയാണ്. കാരണം ഇതിനെ നേരിടാൻ മറ്റൊരു വഴിയില്ല എന്ന തരത്തിലേക്ക് KSEB തന്നെ എത്തുന്നത്. വൈദ്യുതി കടം വാങ്ങുന്ന കാര്യമൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ചർച്ചകളിലുണ്ട് എങ്കിലും അത് പ്രായോഗികമായി എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്നതിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ചൂട് എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ പ്രതിസന്ധി തീർക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ചേരുന്ന ഉന്നതതല യോഗം നിർണായകമായി മാറാൻ പോകുന്നത്. തീർച്ചയായും രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. അതിലൊന്ന് കനത്ത ചൂടാണ്. ചൂടിന് ആശ്വാസമായി വേനൽ മഴ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും എത്ര കാലം അത് എത്ര ആശ്വാസം ചൂട് നൽകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊന്ന്, വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്പമൊന്ന് മാറുന്ന സാഹചര്യമുണ്ട്. ഡാമുകളിൽ ജലനിരപ്പ് വലിയ കുറവാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമങ്ങൾ അത് ആശങ്കാജനകമായ രീതിയിൽ തുടരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ സർക്കാർ പോയേക്കാം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.